പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ തിരുവചസ്സുകളിൽ മത്തായി 9-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ അന്ധരായ രണ്ടുപേരുടെ വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അവർ ദാവീദിൻ്റെ പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടരുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. യേശു അവരോട് ചോദിക്കുന്നത്, ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ്. അവർ ഉടനടി ഉവ്വ് കർത്താവേ എന്ന് മറുപടി നൽകി. ഈ മറുപടി അവരുടെ ഹൃദയത്തിലെ അചഞ്ചലമായ വിശ്വാസത്തെ കാണിക്കുന്നു. ഈ വിശ്വാസമാണ് യേശുവിൻ്റെ സ്പർശനത്തിലൂടെ അവരുടെ കണ്ണുകൾ തുറക്കാൻ കാരണമായത്. ഇന്ന് ആത്മീയ അന്ധതയിൽ ജീവിക്കുന്ന നമ്മോടും കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? ഞാൻ നിന്നെ സുഖപ്പെടുത്താം. യേശുവിൻ്റെ ആ പ്രവൃത്തി കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല, പാപത്താൽ അന്ധമായി പോയ നമ്മുടെ ആത്മാവിനും പ്രത്യാശ നൽകുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതും, ദൈവം തൻ്റെ കൃപ നൽകുന്നത് എളിയവർക്കാണ്. നമ്മുടെ പാപങ്ങളും ഇന്നത്തെ ലോകത്തിലെ ധാർമ്മിക വെല്ലുവിളികളും സത്യത്തെ കാണാനുള്ള നമ്മുടെ ആത്മീയ കാഴ്ചയെ മറയ്ക്കുന്നു. ഈ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരാൻ ആ അന്ധന്മാരെ പോലെ കരുണയുണ്ടാകണമേ കർത്താവേ എന്ന് നിലവിളിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടി ചെല്ലാം. സഹോദര സഹോദരി, ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ്. അവിടുത്തെ വരവ് എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. അതിനാൽ നമ്മുടെ വിശ്വാസം എപ്പോഴും സജീവമായി നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അന്ധന്മാർ തങ്ങളുടെ കാഴ്ച തിരികെ ലഭിച്ചപ്പോൾ യേശു വിലക്കിയിട്ടും അവർ അവിടുത്തെക്കുറിച്ച് എല്ലായിടത്തും അറിയിച്ചു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവകൃപ ലഭിച്ചു കഴിഞ്ഞാൽ നാം അതിൽ മൗനം പാലിക്കരുത്, മറിച്ച് ലോകത്തോട് അത് വിളിച്ചു പറയണം, ആ മഹത്വം പ്രഘോഷിക്കണം എന്നാണ്. ഈ ലോകത്തിലെ പ്രലോഭനങ്ങളിൽ വീഴാതെ, നമ്മുടെ ആത്മീയ കാഴ്ച നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുമ്പോൾ പ്രത്യാശയും ആശ്വാസവും നൽകുന്ന ഈ വചനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ശക്തി പകരട്ടെ. നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയും അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ. കർത്താവായ യേശുവേ, വേഗം വരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.